ഡൽഹി അസംബ്ലി ഇലക്ഷൻ ആസന്നമായിരിക്കെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് നിലവിലെ 7 MLA-മാർ ആം ആദ്മി പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നു. 2025 ഇലക്ഷന് വീണ്ടും സീറ്റ് നൽകാത്തതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പറയപ്പെടുന്നു. അധികാരമോഹികളായ ആളുകളാണ് എല്ലാ പാർട്ടിയിലും ജനപ്രതിനിധികളായി MLA-മാരും മന്ത്രിമാരുമൊക്കെയായി വിലസുന്നത്. ഇലക്ഷൻ സീറ്റ് കിട്ടാതെ വരുമ്പോഴാണ് ഇവരുടെ തനിനിറം പുറത്തു വരുന്നത്. ത്രിലോക്പുരിയിൽ നിന്നുള്ള രോഹിത് മെഹ്റോളിയ, കസ്തൂർബ നഗറിൽ നിന്നുള്ള മദൻലാൽ, ജനക്പുരിയിലെ MLA ആയിരുന്ന രാജേഷ് ഋഷി, പാലത്തു നിന്നുള്ള ഭാവന ഗൗഡ്, വിജ്വാസിൽ നിന്നുള്ള ഭുവേന്ദർ സിംഗ് ജൂൺ, ആദർശ് നഗറിലെ പവൻ കുമാർ ശർമ്മ, മഹ്റോളി MLA ആയിരുന്ന നരേഷ് യാദവ് എന്നിവരാണ് AAP-യുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് BJP-യുടെ വലയിൽ കുടുങ്ങിയത്. ജനസേവനമല്ല, അധികാരം കൈയടക്കി തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ ഇത്തരക്കാരെ വില കൊടുത്തു വാങ്ങുന്ന ഒരു സമീപനമാണ് കുറേ കാലമായി BJP അനുവർത്തിച്ചു വരുന്നത്. കോടിക്കണക്കിന് രൂപയാണ് BJP ഓരോ ജനപ്രതിനിധികൾക്കും വിലയിട്ടിരിക്കുന്നത്. സ്വന്തമായി മത്സരിച്ച് ജയിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ മറ്റുള്ള പാർട്ടികളിലെ നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങിയാൽ ആ നേതാക്കന്മാരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരുടെ വോട്ട് BJP-യുടെ തട്ടത്തിലേക്ക് മറിയുമെന്ന് അവർ കണക്ക് കൂട്ടും. അതുപോലെ തന്നെ EVM അട്ടിമറിയും ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ സംഗതിയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ പല നിയോജകമണ്ഡലങ്ങളിലും റീപോളിംഗ് നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ BJP-യുടെ നിലവിലുള്ള രാഷ്ട്രീയ കുതന്ത്രം പയറ്റി MLA-മാരെ വിലയ്ക്ക് വാങ്ങി AAP-യെ തിരിച്ചടിച്ച കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അധികാരമോഹികളായ ആളുകൾ പാർട്ടി വിടുമ്പോൾ എതിർ പാർട്ടികൾ അവരെ ഹസ്തദാനം ചെയ്ത് സ്വീകരിക്കുന്നത് കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തോ ഭരണത്തിലോ കൊണ്ടുവരാതിരിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ മാതൃകയെന്ന് നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ദുർബലമായ കോൺഗ്രസിനെയും AAP-യും തമ്മിലടിപ്പിച്ച് ഇടയിൽ നിന്ന് നേട്ടം കൊയ്യാനാണ് BJP ശ്രമിക്കുന്നത്. തങ്ങൾക്ക് ഭരണ നേട്ടമൊന്നും പറയാനില്ലാത്തതും AAP-യുടെ നേതൃത്വനിര ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ചെയ്ത കാര്യങ്ങളെ കാട്ടിക്കൊടുക്കാൻ പ്രാപ്തരുമായതിനാൽ നേരിട്ടുള്ളൊരു മത്സരം BJP സംബന്ധിച്ച് ദുഷ്കരമായതിനാൽ വൃത്തികെട്ട കുതന്ത്രങ്ങളാണ് അവർ കാട്ടിക്കൂട്ടുന്നത്. ഫെബ്രുവരി 8-ന് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അറിയാം ജനങ്ങൾ എങ്ങനെയാണ് ഇക്കാര്യങ്ങളെ വിലയിരുത്തിയത്.